Hello everyone and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റോയൽ ഫലൂഡ ആണ്. ഈ ചൂട് സമയത്തൊക്കെ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിന് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു വേംസ്ലിയുടെ മിക്സ് ഉണ്ട്, അതൊന്ന് റെഡിയാക്കാം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് വേംസ്ലി എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ റോസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, വേറെ നമ്മുടെ നെയ്യ് അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേനും നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കാകണം, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് കുക്കാവണം കേട്ടോ, ബിക്കോസ് നമ്മളിതിലേക്ക് ഇനി പാൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിലും കൂടെ നന്നായിട്ട് കുക്കാകണം. അപ്പോൾ ഒരു 50% കുക്കായിട്ടുണ്ടെങ്കിൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നോർമൽ പാലാണ്, ചൂടാക്കിയിട്ടുള്ളൊന്നുമില്ല. നോർമൽ നമ്മുടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൂടെ കിടന്ന് നന്നായിട്ട് കുക്കാകണം. അപ്പോൾ ഇനി ഫുള്ളായിട്ട് നമ്മുടെ വേംസ്ലി കുക്കായിട്ട് വരണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പം നമ്മുടെ വേംസ്ലി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/8 കപ്പ് ഷുഗർ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഒരുപാട് സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാണ് റോസ് എസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റോസ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, റോസ് എസൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ സംഭവം ഉണ്ടായിരുന്നതുകൊണ്ട് റോസ് മിൽക്കിൻ്റെ എസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ. റോസിൻ്റെ എസൻസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. വോട്ടെവർ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുവാണ്. നിങ്ങളുടെ കളർ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ വരുന്നതനുസരിച്ച് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മുടെ വേംസ്ലി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവർ തിക്കാവാൻ പാടില്ല കേട്ടോ, ആവശ്യം തിക്കായാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫലൂഡ സെറ്റ് ചെയ്യാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജെല്ലി അതൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ബിക്കോസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിൽ സീഡ്സ്, നമ്മുടെ ബ്ലാക്ക് കസ്കസ് ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. നട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മുടെ ഫലൂഡ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. നിങ്ങൾക്ക് ഏത് കളർ ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ഇടാം, മിക്സ് ചെയ്തിടാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്കത് ഇടാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതായത് നമ്മുടെ പിസ്താഷ്യോ ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്. ഇതിനൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് ഫൈൻ ആക്കണ്ട കേട്ടോ. അത് ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ബേസിൽ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഫലൂഡ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ ഭംഗി, ടേസ്റ്റ് ഓബ്വിയസ്ലി എല്ലാത്തിനും ഉണ്ടാവും, പക്ഷെ കാണാൻ ഭംഗി നമ്മൾ ലെവലാക്കുമ്പോഴാണ്. ഓക്കെ. ഓരോന്ന് ഇടുമ്പോഴത്തേനും ആ ലെവൽ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ വേംസ്ലിയുടെ മിക്സാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ലൊരു കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. ഓക്കെ. ഓവർ തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഓക്കെ. അപ്പോൾ അതും ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ നട്ട്സ് ഇടുന്നു, ട്യൂട്ടി ഫ്രൂട്ടി ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആഡ് ചെയ്യാൻ പോകുന്നത്
ജെല്ലിയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാംഗോ ജെല്ലിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രോബെറി യൂസ് ആക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം, ഗ്രീൻ ആപ്പിൾ യൂസ് ആക്കാം. എന്ത് കൈൻഡ് ഓഫ് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തത് മാംഗോ ഫ്ലേവറാണ്. ബിക്കോസ് ആ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. കാരണം ഇപ്പോൾ സ്ട്രോബെറിയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കളർ എന്താ പറയുക, ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ആപ്പിളുണ്ട്, ഗ്രീൻ ആപ്പിളാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ, അതുപോലെ മാംഗോ, പോംഗ്രാനറ്റ് ഉണ്ട്, പിന്നെ ഗ്രേപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുവാന്ന്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരാം. ഓക്കെ, അതിൻ്റെ മുകളിൽ അഗൈൻ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ബേസിൽ സീഡ്സിൻ്റെ ആഡ് ചെയ്തു, വംസലിയുടെ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ലാസ്റ്റത്തെന്ന് പറയുന്നത് ഐസ്ക്രീമാണ്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. എപ്പോഴും ഭംഗി ഉണ്ടാവുന്നത് വാനില ഐസ്ക്രീം നമ്മൾ ടോപ്പ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും. അതായിരിക്കും കാണാനും ഒക്കെ കണ്ണിന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏത് ഫ്ലേവർ ആണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പം ചെയ്തിരിക്കുന്ന വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിൽ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് എന്താ പറയുക ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഒരു ചെറി കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈസി ഫലൂഡ എന്ന് പറയുന്നത്, റോയൽ ഫലൂഡ. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് എനിക്കിതൊരു 1 വീക്ക് കൂടുതൽ നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് വെച്ചിരിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ. നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ലെയർ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള രീതിക്ക് ലെയർ സെറ്റാക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിവേസ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. So, video ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please subscribe, share, like and comment. Thank you.